സർവശക്തനായ ദൈവത്തിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു ദിവസം കൂടി തന്ന ദൈവം നമ്മളെ അനുഗ്രഹിച്ചു. ദൈവത്തെ അതോർത്ത് സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും സദൃശ്യവാക്യങ്ങളിൽ നിന്നാണല്ലോ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇന്നും ചിന്തയ്ക്കായിട്ട് സദൃശ്യവാക്യങ്ങൾ 5-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ് എടുത്തിട്ടുള്ളത്. സദൃശ്യവാക്യങ്ങൾ എന്തിനു വേണ്ടി എന്നുള്ളത് അതിൻ്റെ തുടക്കത്തിൽ തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ജ്ഞാനമായിട്ട്, പ്രബോധനമായിട്ട്, അതുപോലെ സൂക്ഷ്മ ബുദ്ധിയായിട്ട്, പരിജ്ഞാനമായും വിവേകമായും, ഇങ്ങനെ പലവിധമായ വിശ്വാസിയുടെ പ്രായോഗിക ജീവിതത്തെ മുൻപോട്ട് നയിക്കുവാൻ സദൃശ്യവാക്യങ്ങൾ സഹായിക്കുന്നു. ഇവിടെ 5-ാം അധ്യായത്തിലെ പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത് വ്യഭിചാരത്തിൻ്റെ അപകടങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ അതിൻ്റെ അനന്തരഫലങ്ങൾ, അതുപോലെ നമുക്കത് മൂലമുണ്ടാകുന്ന നഷ്ടങ്ങൾ, വിവാഹബന്ധത്തിൻ്റെ മാന്യത, ഇതൊക്കെയാണ് 5-ാം അധ്യായത്തിലെ പ്രതിപാദ്യ വിഷയം. നമ്മളിവിടെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ് ചിന്തിക്കുന്നത്. അവിടെ വ്യഭിചാരത്തിനെതിരായിട്ട്, അല്ലെ വ്യഭിചാരത്തിൽ വീണു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ശക്തമായിട്ടുള്ള പല മുന്നറിയിപ്പുകളെ ഈ വാക്യങ്ങളിലൂടെ തരുന്നുണ്ട്. നമ്മൾ ഈ ലോകത്തിൽ, അതായത് കെട്ട ലോകം എന്ന് പറയാം അല്ലേ, ദോഷം നിറഞ്ഞ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പലവിധമായിട്ടുള്ള കെണികൾ നമുക്ക് ചുറ്റുമുണ്ട്, പലവിധമായിട്ടുള്ള പ്രലോഭനങ്ങളുണ്ട്. അവിടെയൊക്കെയും നമ്മൾ നിന്നു പോകുന്നത്, വീണു പോകാതെ നിൽക്കുന്നത് ദൈവത്തിൻ്റെ വചനത്താലാണ്. അപ്പം സദൃശ്യവാക്യങ്ങൾ തീർച്ചയായിട്ടും ആ വിധത്തിൽ നമ്മൾക്ക് വളരെ സഹായകരമാണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ, അതായത് ക്രിസ്തീയ പാതയിൽ മുന്നോട്ട് നയിക്കുവാനായിട്ട് സദൃശ്യവാക്യങ്ങൾ നമ്മളെ ഏറെ സഹായിക്കുന്നുണ്ട്. ഇവിടെയും വ്യഭിചാരം എന്ന് പറയുന്ന വലിയൊരു പാപക്കെണിയെ, ആ കെണിയിൽ നിന്നും എങ്ങനെ നമുക്ക് അകന്നു നിൽക്കാം, അല്ലെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതിൻ്റെ 1-ാമത്തെയും 2-ാമത്തെയും വാക്യങ്ങളിൽ, മകനെ വകതിരിവിനെ കാത്തുകൊള്ളേണ്ടതിനും നിന്റെ അധരങ്ങൾ പരിജ്ഞാനത്തെ പാലിക്കേണ്ടതിനും ജ്ഞാനത്തെ ശ്രദ്ധിച്ച് എൻ്റെ ബോധത്തിന് ചെവി ചായ്ക്കുക. അപ്പം ആദ്യമേ തന്നെ ഒരു വകതിരിവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പം ഓരോ സാഹചര്യത്തിലും നമ്മൾ പറയുന്ന വാക്കുകൾ, നമ്മളുടെ ഇടപെടലുകൾ, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, ഇതൊക്കെയാണ് വകതിരിവ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് സന്ദർഭോചിതമായിട്ട് ഇടപെടുക, അതുപോലെ തന്നെ നമ്മൾ പലതിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാനായിട്ട് സദൃശ്യവാക്യങ്ങളിലുടനീളം പറയുന്നുണ്ട്. ഒഴിഞ്ഞു നിൽക്കാനും അകറ്റി നിർത്താനും ഒക്കെയായിട്ട് പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം ഏതൊക്കെയാണ് അകറ്റി നിർത്തേണ്ടത്, എവിടെയാണ് അകന്ന് നിൽക്കേണ്ടത്, എവിടെയാണ് മാറി നിൽക്കേണ്ടത് എന്നുള്ളതെല്ലാം ഒരു തിരിച്ചറിവിൻ്റെ പുറത്ത്, അല്ലെങ്കിൽ ഒരു വകതിരിവിൻ്റെ പുറത്താണ് നമ്മളത് ചെയ്യുന്നത്. അപ്പം വകതിരിവിനെ നമ്മൾ കാത്തുകൊള്ളുക. അതുപോലെ തന്നെ നമ്മുടെ അധരങ്ങൾ പരിജ്ഞാനത്തെ പാലിക്കണം. നമ്മൾ ഏറ്റവും തെറ്റിപ്പോകുന്ന ഒരു മേഖല എന്ന് പറയുന്നത്, നമ്മുടെ പ്രത്യേകിച്ച് സഹോദരിമാർ ഒരുപാട് സംസാരിക്കുന്നവരായതുകൊണ്ട് തന്നെ നമ്മുടെ നാവാണ് നമ്മളെ കൂടുതലും കുഴപ്പത്തിലേക്ക് കൊണ്ട് ചാടിക്കുന്നത്. അപ്പം നമ്മുടെ നാവ് ഉപയോഗിക്കുമ്പോൾ അത് വളരെ പരിജ്ഞാനത്തോടു കൂടി, അല്ലേ, നമ്മൾ അതിലൊക്കെ വായിക്കുന്നുണ്ട്, പരിജ്ഞാനത്തോടു കൂടി വായി തുറക്കുക എന്നുള്ളത്. അപ്പം അങ്ങനെ പരിജ്ഞാനത്തോടു കൂടി വായി തുറക്കുവാനായിട്ട് നമ്മളോട് ഇതിൽ ഒരു വാർണിംഗ് തരുന്നുണ്ട്. അപ്പം ആ പരിജ്ഞാനം, നമ്മുടെ നാവ്, നമുക്ക് ഓർക്കുമ്പോൾ നമ്മുടെ നാവ് പലവിധമായിട്ട് നല്ലതിനായിട്ട് ഉപയോഗിക്കാം. പ്രാർത്ഥിക്കാനായിട്ട് ഉപയോഗിക്കാം, നല്ല ഉപദേശങ്ങൾ കൊടുക്കുവാനായിട്ട് ഉപയോഗിക്കാം, മറ്റുള്ളവരെ, അതായത് സംസാരിക്കാൻ കഴിയാത്തവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനായിട്ട് ഉപയോഗിക്കാം, ന്യായം പറയുവാനായിട്ട്, അല്ലാതെ തെറ്റായ പൊട്ടച്ചൊല്ല്, കളിവാക്ക്, അങ്ങനെ പലവിധമായിട്ടുള്ള നാവ് കൊണ്ട് ചെയ്യുന്ന പാപങ്ങൾ ആ വിധത്തിലും നമുക്ക് ഉപയോഗിക്കാം. ഇതിലേത് വേണമെന്നുള്ളത് തീരുമാനിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം, അല്ലെങ്കിൽ തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. അപ്പം നമ്മളാണ് അത് തീരുമാനിക്കേണ്ടത്. ഇവിടെ പരിജ്ഞാനത്തോടു കൂടി വായി തുറക്കാനായിട്ടാണ് ഇവിടെ അങ്ങനെ 1-ാമത്തെ വാക്യത്തിൽ അങ്ങനെ പറയുന്നത്. അതുപോലെ തന്നെ ജ്ഞാനം, ഈ സദൃശ്യവാക്യങ്ങൾ മുഴുവൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടോട്ടൽ എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു ആകെ തുക എന്ന് പറയുന്നത് ശരിക്കും ജ്ഞാനമാണല്ലേ. ജ്ഞാനത്തിന് വേണ്ടിയിട്ടാണ് ഈ സദൃശ്യവാക്യങ്ങൾ മുഴുവൻ എഴുതപ്പെട്ടിരിക്കുന്നത്. അപ്പം ആ ജ്ഞാനം അത് നമുക്ക് ലഭിക്കാനായിട്ട്, അത് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു, യഹോവ ഭക്തിയിൽ നിന്ന്. അപ്പം നമ്മൾ എല്ലാത്തിലും ഉപരിയായിട്ട് തുടക്കത്തിലേ തന്നെ, ആദ്യമേ തന്നെ നമ്മൾ ദൈവത്തോട് കണക്റ്റഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്.
ദൈവത്തിൻ്റെ ഭക്തി, ദൈവത്തോടുള്ള ഭക്തിയിൽ നിന്നാണ് നമുക്ക് ജ്ഞാനം ലഭിക്കുന്നത്. ആ ജ്ഞാനം വഴിയാണ് നമ്മുടെ പ്രായോഗിക ജീവിതത്തെ കൃത്യമായിട്ടുള്ള വഴിയിലൂടെ, മാർഗത്തിലൂടെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയുള്ളൂ. അതാണ് 1-2 വാക്യങ്ങളിൽ അങ്ങനെ പറയുന്നത്. എന്നിട്ട് പറയുന്നു, പരസ്ത്രീയുടെ അധരങ്ങളിൽ നിന്ന് തേനിറ്റിറ്റ് വീഴുന്നു, അവളുടെ അണ്ണാക്ക് എണ്ണയേക്കാൾ മൃദുവാകുന്നു. പിന്നത്തേതിലോ അവൾ കാഞ്ഞിരം പോലെ കയ്പും ഇരുവായ്ത്തലവാൾ പോലെ മൂർച്ചയും ഉള്ളവൾ തന്നെ. അവളുടെ കാലുകൾ മരണത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്നു, അവളുടെ കാലടികൾ പാതാളത്തിലേക്ക് ഓടുന്നു. ജീവന്റെ മാർഗത്തിൽ അവൾ ചെല്ലാതെ വണ്ണം അവളുടെ പാതകൾ അസ്ഥിരമായിരിക്കുന്നു, അവൾ അറിയുന്നതുമില്ല. അപ്പം ഇത്രയും ഭാഗം പറഞ്ഞത് ഒരു വ്യഭിചാരിണിയായിട്ടുള്ള ഒരു സ്ത്രീയുടെ ജീവിതശൈലി, അവൾ എങ്ങനെയാണ് ഒരു മനുഷ്യനെ അവളിലേക്ക് ആകർഷിക്കുന്നത് എന്നുള്ളത്. അപ്പം അവളുടെ ആദ്യത്തെ സംസാരത്തിലും അവളുടെ ഇടപെടലിലും നമ്മൾ വീണു പോകാം. അപ്പം അവിടെ അത് കെണിയാണ് എന്നുള്ളത് മനസ്സിലാവണമെങ്കിൽ നമുക്കവിടെ പരിജ്ഞാനം വേണം, ജ്ഞാനം വേണം, വിവേകം വേണം. അപ്പം അത് നമുക്കുണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. പിന്നീട് പോകുമ്പോൾ, ആകയാൽ മക്കളെ എൻ്റെ വാക്ക് കേൾപ്പിൻ, എൻ്റെ വായിലെ മൊഴികളെ വിട്ടുമാറരുത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആകയാൽ എന്നുള്ള ഒരു കണക്റ്റിംഗ് വേർഡ് വെച്ചിട്ടാണ് ബാക്കി പറയുന്നത്. ആകയാൽ, അതുകൊണ്ട്, സോ ദാറ്റ്, എൻ്റെ വാക്ക് കേൾപ്പിൻ, എൻ്റെ വായിലെ മൊഴികളെ വിട്ടുമാറരുത്. അപ്പം ദൈവത്തിൻ്റെ വചനം നമ്മൾ ഹൃദയത്തിൽ സംഗ്രഹിക്കുക. നമ്മൾ ഇന്നലെ കേട്ടതുപോലെ തന്നെ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് വയ്ക്കുക. അതിൽ നിന്ന് നമ്മൾ ഒരിക്കലും വിട്ടുമാറരുത്. വിട്ടുമാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ പല കെണികളിലേക്കും വീണു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ആ വചനം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്കറിയാം, പല സാഹചര്യങ്ങളും വരുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് ചിന്തകൾ തരുമല്ലേ, ഇതിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ശരിയാവില്ല, പോവരുത് ചെയ്യരുത് എന്നൊക്കെ എന്ന് പറഞ്ഞതുപോലെ ഇവിടെയും അങ്ങനെ ഒരു കെണി വരുന്ന സമയത്ത് അത് ശരിയേത് തെറ്റേതെന്നുള്ള ഒരു തിരിച്ചറിവ്, ഒരു വിവേകം നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ ദൈവം തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ് നമുക്ക് തരും. അപ്പം ഇവിടെ പറയുന്നതും, ആകയാൽ മക്കളെ എൻ്റെ വാക്ക് കേൾപ്പിൻ, എൻ്റെ വായിലെ മൊഴികളെ വിട്ടുമാറരുത്. നിന്റെ വഴിയെ അവളോട് അകറ്റുക, അവളുടെ വീട്ടിലിൻ്റെ വാതിലോട് അടുക്കരുത്. നിന്റെ യൗവന ശക്തി അന്യന്മാർക്കും നിന്റെ ആണ്ടുകൾ ക്രൂരനും കൊടുക്കരുത്. കണ്ടവർ നിന്റെ സമ്പത്ത് തിന്ന് കളയരുത്. പിന്നീടുള്ള ആ വാക്യങ്ങളിൽ പറയുന്നത്, നമ്മൾ ആ രീതിയിലേക്ക് വീണു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് സംഭവിക്കുക? നിന്റെ യൗവന ശക്തി അന്യന്മാർക്കും നിന്റെ ആണ്ടുകൾ ക്രൂരനും കൊടുക്കരുത്. കണ്ടവർ നിന്റെ സമ്പത്ത് തിന്നുകളയരുത്. സാമ്പത്തിക നഷ്ടം എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ വരും. അതുപോലെ തന്നെ നമ്മുടെ മഹത്വം, നമുക്കുള്ള ഒരു മാന്യത, അതവിടെ നഷ്ടപ്പെടും. നമുക്കുള്ള ഒരു സ്ഥാനം, സമൂഹത്തിൽ നമുക്കുള്ള ഒരു സ്ഥാനം അവിടെ നഷ്ടപ്പെടും. പിന്നീട് ദുഃഖമായിട്ടും അതുപോലെ പ്രയാസങ്ങളായിട്ടൊക്കെയാണ് ആ ഒരു താൽക്കാലിക സുഖം തേടി പോകുമ്പോൾ പിന്നീട് നമുക്ക് സംഭവിക്കുന്നത്. അപ്പം അതൊക്കെ ഓർത്ത് ഫിസിക്കലായിട്ട്, അതുപോലെ തന്നെ നമ്മുടെ വൈകാരികമായിട്ടുള്ള മേഖലയിലൊക്കെ നമുക്കൊരു തകർച്ചയാണ് സംഭവിക്കുന്നത് ഇതിൻ്റെ അനന്തരഫലമായിട്ട്. അപ്പം നമ്മൾ ഇതൊക്കെ ചിന്തിച്ചുകൊണ്ട് വേണം നമ്മളൊരു കെണി വരുന്ന സമയത്ത് നമ്മൾ അതിൽ നിന്നും ഒഴിഞ്ഞു മാറണം. അപ്പം ഇതൊക്കെ നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കണം. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള തെറ്റായ സാഹചര്യങ്ങളിൽ നിന്നും വിട്ടുമാറി നിൽക്കുവാനായിട്ട് നമുക്ക് കഴിയും. എല്ലാത്തിലും ഉപരിയായിട്ട് ദൈവം നമ്മളെ സൂക്ഷിക്കും എന്നുള്ളതാണ്. അപ്പം നമുക്ക് പ്രാർത്ഥനയോടും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ വചനത്തെ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ടും ഇന്നത്തെ ദിവസവും ജീവിക്കാം. ദൈവം നമ്മുടെ ക്രിസ്തീയ ഭാവിയെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ വിലയേറിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.